CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതോടുകൂടി നമ്മുടെ മുഖ്യനേറെ അസ്വസ്ഥനാണ്. പാർട്ടി കോൺഗ്രസ് തുടങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് SFIOയുടെ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. മകൾ വീണ വിജയന് പ്രോസിക്യൂഷന് അനുമതി കൊടുത്തുകൊണ്ട്. അപ്പൊ എന്തായാലും പിണറായിയുടെ കാര്യങ്ങളൊക്കെ തന്നെ കൈവിട്ട് നീങ്ങുകയാണ്. കേരളത്തിലെ 15 വർഷം പാർട്ടിയുടെ അമരക്കാരൻ, തുടർന്ന് മുഖ്യമന്ത്രി പദത്തിൽ 10-ാം വർഷം തികയ്ക്കാനും പോകുന്നു. അങ്ങനെ 25 വർഷമായിട്ട് CPM എന്ന് പറയുന്ന പാർട്ടിയെ സ്വന്തം കാൽക്കീഴിൽ കൊണ്ടുവന്ന് നിർത്തി പിണറായി വിജയൻ ഇപ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ വിവരം ഒരുപക്ഷെ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അതിൻ്റെതായ രീതിയിലായിരിക്കും, രക്ഷാകവചങ്ങളുമായിട്ടായിരിക്കും പിണറായി മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ ഈ പിണറായിയുടെ വളരെ അടുത്ത വിശ്വസ്തനായ ചീഫ് സെക്രട്ടറിക്കും മുകളിൽ നിർത്തിയിരിക്കുന്ന KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം വേണം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ ഉയർന്ന പദവിയിൽ ക്യാബിനറ്റ് റാങ്കിലാണ് ഉൾപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. അങ്ങനെ പിണറായി അടിക്കടി പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് MA ബേബി വന്നത് തന്നെ പിണറായിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുന്നതാണ്. പിണറായി വിചാരിച്ചത് ഈ കേരളത്തിൽ മാത്രമാണല്ലോ ഇപ്പോൾ CPM-ന്റെ ഭരണമുള്ളത്. ആ പച്ച തുരുത്തിൽ നിന്നുകൊണ്ട് സംസ്ഥാനത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ഒക്കെ പാർട്ടിയെ തന്റെ കാൽക്കീഴിൽ കൊണ്ടുവരാം എന്നാണ് കരുതിയത്. ബംഗാൾ ഘടകത്തിന്, ബംഗാളിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഒന്നും ഇല്ല എന്നുള്ളത് മറ്റൊരു വസ്തുത, ആ ഘടകത്തിനും അതുപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും പിണറായി വിജയന്റെ നിലപാടുകളോട് വിയോജിപ്പുണ്ടെന്നുള്ളതാണ്. MA ബേബി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ അത് പിണറായി വിജയൻ ഒരു വലിയ വെല്ലുവിളി തന്നെ ആകുകയാണ്. ഒരുപക്ഷെ ഇവർ നേർക്ക് നേർ വരും. 2014 കൊല്ലത്ത് കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിച്ച് തോൽപ്പിക്കണം എന്നുള്ള കണക്കുകൂട്ടലോടുകൂടി തന്നെ എതിരായിട്ട് മത്സരിച്ച UDF സ്ഥാനാർത്ഥി RSPയിലെ പ്രേമേന്ദ്രനെ പരനാറി എന്ന് പ്രയോഗിച്ചു. ആ പരനാറി പ്രയോഗത്തിലൂടെ തന്നെ പ്രേമേന്ദ്രൻ വിജയം ഉറപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ പ്രയോഗം 19-ലും ആവർത്തിച്ചു. പരനാറി എന്നും പരനാറി ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പ്രേമേന്ദ്രന്റെ ഭൂരിപക്ഷം ഒന്നുകൂടി ഉയരുകയാണ് ചെയ്തത്. 19-ൽ KN ബാലഗോപാൽ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. അങ്ങനെ 14-ൽ MA ബേബിയോടെ കാണിച്ച ആ കൊടുംചതി, അങ്ങനെ നിരവധി കാരണങ്ങൾ, ഇതിനെല്ലാം തന്നെ തക്കതായ മധുര പ്രതികാരം വീട്ടാൻ തന്നെയാണ് ബേബി കണക്കു കൂട്ടി തന്നെ ഇറങ്ങിയിരിക്കുന്നത്. തുടക്കത്തിൽ പറയുന്നുണ്ട് പിണറായി വിജയന്റെ മകളെക്കെതിരെയുള്ളത് കേസെന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ പറയുന്നത് അത് വെറും ഒരു രാഷ്ട്രീയ വർത്തമാനം മാത്രമാണ്, അല്ലാതെ അതിനപ്പുറം ഒന്നുമല്ല. കേരളത്തിലെ CPM-ലെ ഏറ്റവും വലിയ വിഭാഗീയത എവിടെയാണ് നടക്കുന്നത്? ആലപ്പുഴ ജില്ലയിലാണ്. G. സുധാകരനെ എവിടെ ഒതുക്കിയിട്ടിരിക്കുന്നു? ഏറ്റവും താഴെ തട്ടിൽ കൊണ്ടുവന്നില്ലേ? 2016-ലെ 1-ാം പിണറായി വിജയൻ സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. യാതൊരു തരത്തിലുള്ള അഴിമതിയുമില്ലാത്ത ലാളിത്യം മുഖമുദ്രയായിട്ടുള്ള സുധാകരൻ. ആ സുധാകരനെ 21-ലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കി. പലരെയും 21-ലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കി. G. സുധാകരനെയും തോമസ് ഐസക്കിനെയും ഒക്കെ തന്നെ. KK ഷൈലജയ്ക്ക് സീറ്റ് കൊടുത്തുവെങ്കിലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നപ്പോൾ മന്ത്രിസ്ഥാനം കൊടുത്തില്ല. G. സുധാകരൻ അമ്പലപ്പുഴയിലെ സലാം എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ പാർട്ടി അച്ചടക്ക നടപടിയിലേക്ക് വരെ കടന്നു. എളമരം കരീമിന്റെ അന്വേഷണ റിപ്പോർട്ടിലൂടെയാണ് അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നത്. പക്ഷേ സുധാകരൻ അടങ്ങിയോ? സുധാകരനെ ഒരിക്കലും ഒരിടത്ത് ഒതുക്കാൻ സാധിക്കില്ല. സുധാകരൻ യഥാർത്ഥ സഖാവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അദ്ദേഹം പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. MA ബേബി ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞ് G. സുധാകരന്റെ അടുക്കൽ എത്തുന്നു.
ജി സുധാകരനും എം എ ബേബിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല. എം എ ബേബി പലരെയും കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ സുധാകരനെയും കണ്ടു എന്ന് പറഞ്ഞ് എഴുതി മാറ്റിവെക്കാൻ പറ്റത്തില്ല. ജി സുധാകരനെ പലരും താഴ്ത്തിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൈബർ അറ്റാക്ക് വരെ നേരിടുന്നുണ്ട് അദ്ദേഹത്തിന്. കോൺഗ്രസിന്റെ വേദിയിൽ പോയി എന്നതിന്റെ പേരിൽ ആ സുധാകരന്റെ അടുക്കിലേക്ക് തന്നെയാണ് ദേശീയ ജനറൽ സെക്രട്ടറി എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട കാര്യം എന്താണ്? അതുപോലെ തന്നെ പി ജയരാജന് വേണ്ടി ഇപ്പോഴും കണ്ണൂരിൽ ഫ്ലെക്സുകൾ ഉയരുന്നുണ്ട്. കണ്ണൂരിലെ ചെന്താരകം, അങ്ങനെ പി ജെ ആർമി എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ഇതെല്ലാം ഉണ്ട്. അതിൽ വലിയ പിന്തുണയുമാണ് പി ജയരാജനുള്ളത്. ആ പി ജയരാജനെതിരെ പി ജയരാജന്റെ ഫ്ലെക്സുകൾ അവിടെ ഉയരുമ്പോൾ, അതിനെതിരെ പലരും രംഗത്ത് വരുമ്പോൾ എം എ ബേബി പറയുന്നത് ജീവിക്കുന്ന അത്ഭുതമാണ് പി ജയരാജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പി ജയരാജനെ കണ്ണൂരിലെ ചില ലോബികൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ എം എ ബേബിയുടെ ഈ വാക്കുകൾ നോക്കണം. ജീവിക്കുന്ന അത്ഭുതവും. പിണറായി വിജയൻ തന്നെയാണ് പി ജയരാജനെ ഒതുക്കാൻ നോക്കുന്നത്. പാർട്ടിയിലെ അങ്ങനെ അത്തരത്തിലുള്ള വ്യക്തി ആരാധന ഒന്നുമില്ല എന്ന് പറയുമ്പോഴും പി ജയരാജനെ തള്ളിക്കളയുകയാണ്. കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞ് നിരവധി വിശേഷണങ്ങളാണ് പിണറായി വിജയൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വിശേഷണവും ആരാധനയും കിട്ടുമ്പോൾ അത് സഹിഷ്ണുതയോടെ കാണാൻ കാരണഭൂതന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിലെ ഒരു വിഭാഗം പി ജയരാജനെതിരെ രംഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എം എ ബേബി പറയുന്നത് ജീവിച്ചിരിക്കുന്ന അത്ഭുതം എന്ന്. ആ ജീവിച്ചിരിക്കുന്ന അത്ഭുതത്തെ പാർട്ടിയിൽ ഒതുക്കാവുന്ന ഇടങ്ങളിലൊക്കെ ഒതുക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് വടകരയിൽ മത്സരിക്കാൻ കൊണ്ടു നിർത്തി, തോറ്റു, തിരികെ ജില്ലാ സെക്രട്ടറി സ്ഥാനം കൊടുത്തില്ല. ഒടുവില് ആർക്കും വേണ്ടാത്ത ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുത്തുകയും ചെയ്തു. അപ്പോൾ ഒതുക്കാവുന്ന രീതിയിലെല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാമാണ് ഇപ്പോൾ എം എ ബേബി കാണുന്നത്. എം എ ബേബി പാർട്ടിയെ ഏത് തരത്തിൽ നേരിടും എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ പാർട്ടി അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. 1.47% വോട്ട് മാത്രമുള്ള ഒരു പാർട്ടിയായിട്ട് ചുരുങ്ങിക്കഴിഞ്ഞു CPM. ബംഗാളിലും ത്രിപുരയിലും ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. ബംഗാൾ, ത്രിപുര, കേരളം ഇതായിരുന്നു CPMന്റെ ഇടം. ഒരു കാലത്ത് പാർലമെന്റിൽ 53 സീറ്റുകൾ വരെ ഉണ്ടായിരുന്ന CPM ഇന്ന് 1-2 സംഖ്യ മാത്രമാണുള്ളത്. ആ CPMന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ വലിയ പേരും പെരുമയും ഒന്നുമില്ല. പക്ഷേ കേരളത്തില് ഭരണം മാത്രം നിലനിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ പിണറായിക്ക് വേണ്ടിയിട്ട് വലിയ മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത്. വീണ്ടും തുടരും പിണറായി എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ പിണറായിക്ക് എതിരെയാണ് നിരവധി കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പിണറായി ഒരു നിലയില്ലാ കയത്തിലേക്ക് പോകുന്നതാണ് കാണുന്നത്.